മാളികപ്പുറം എന്ന ഒറ്റ സിനിമ മതി ശ്രീപദ് എന്ന ബാലതാരത്തെ സിനിമാ പ്രേമികൾ ഓർക്കാൻ. ചെറുതും വലുതുമായ പല കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലെത്തിയ ശ്രീപദ് മാളികപ്പുറം എന്ന സിനിമയിലെ അഭിനയ മികവിന് മികച്ച ദേശീയ ബാലതാരത്തിനുള്ള അവാർഡാണ് സ്വന്തമാക്കിയിരുന്നത്. ടിക്ടോക്ക് വീഡിയോയിലൂടെയും ആൽബത്തിലൂടെയുമാണ് ഈ കൊച്ചുമിടുക്കൻ സിനിമാ ലോകത്തേക്ക് എത്തുന്നത്. ഈ കൊച്ചുമിടുക്കന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പോൾ നമ്മോടൊപ്പം ശ്രീപദ് ഉണ്ട്. ശ്രീപദിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. പറഞ്ഞതുപോലെ തന്നെ മാളികപ്പുറം എന്ന സിനിമയിലൂടെയാണ് ഞങ്ങളെല്ലാം പീയൂഷിനെ കാണുന്നത്. പീയൂഷ് ഉണ്ണി അല്ലേ? അപ്പോൾ ആ പീയൂഷ് ഉണ്ണി എന്നുള്ളൊരു പേര് ശരിക്കും പറഞ്ഞാൽ അതാണ് മലയാളികൾ ഏറ്റെടുത്തതും. എവിടെ നോക്കിയാലും പോസ്റ്ററിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പേര് വെച്ചായിരുന്നു താരത്തിനെ കണ്ടെത്തിയിരുന്നതും അങ്ങനെ തേടിപ്പോയിരുന്നതൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു പീയൂഷ് ഉണ്ണിയിലേക്കും അത് കഴിഞ്ഞ് 2026 എത്തുമ്പോൾ സിനിമ ജീവിതം? അടിപൊളിയായിരുന്നു. എന്താ പറയണ്ടേ, ഞാൻ ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് സിനിമ കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോ അവരെല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞാലേ അത് സാധാരണ ഒരു സിനിമ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ അഭിനയിച്ച് ഒരാൾ അവാർഡിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ സാധാരണ ചെറിയ ചെറിയ അവാർഡൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അമ്പരപ്പൊക്കെ ആയിരിക്കും. കാരണം അത്ഭുതം തന്നെയാണ്. കാരണം ഈ ഒരു കൊച്ചു പ്രായത്തിൽ ഈ അവാർഡ് തേടി എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. ആ അവാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ റിസീവ് ചെയ്യാൻ പോകുന്നതും ആ അവാർഡ് ലഭിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഉള്ളിൽ തോന്നിയൊരു അനുഭവം? ആ അവാർഡ് ലഭിക്കുന്ന ഒരു സമയത്ത് ഞാൻ സ്കൂളിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിനുശേഷം ആ അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടടുത്ത് അതെ 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 അവാർഡ് വാങ്ങുന്ന ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ അവാർഡ് പ്രഖ്യാപിച്ച ദിവസം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം നമ്മുടെ സുമതി വളവെന്നന്റെ പുതിയ മൂവിയുടെ പൂജയായിരുന്നു. അപ്പൊ അതിന്റെ തലേന്ന് എനിക്ക് ചെറിയൊരു പനിയൊക്കെ ആയിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഒരു മാമൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോ ആദ്യമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല. നമ്മളിതൊരു പ്രാങ്ക് ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിനുശേഷം TV ഒക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോ ഞാൻ ഓൺ ചെയ്യുമ്പോ കറക്റ്റ് എന്റെ ഫേസ് തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഒക്ടോബറിൽ ഞാൻ എന്റെ അവാർഡ് റിസീവ് ചെയ്യാൻ പോയ സമയത്ത് അപ്പൊ എന്റെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോ അവാർഡ് വാങ്ങിയതിനു ശേഷം നമ്മുടെ ഡൽഹി ഫുള്ള് കറങ്ങി കണ്ടു. അടിപൊളിയായിരുന്നു. ആരായിരുന്നു സിനിമാ മേഖലയിൽ നിന്ന് ആദ്യം ഇത് അറിയിച്ചത്, അല്ലെങ്കിൽ ആരാദ്യം വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞ് ആശംസകളൊക്കെ അറിയിച്ചത്? സിനിമാ മേഖലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു എന്നെ ഏറ്റവും ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് ഷംസുക്കയാണ്. അങ്ങനെ നമ്മുടെ വിഷ്ണു ചേട്ടൻ, മാളികപ്പുറത്തിന്റെ ഡയറക്ടർ, അങ്ങനെ എല്ലാവരും വിളിച്ചു. ആർട്ട് ലവർ എന്ന പറഞ്ഞ ചേട്ടനൊക്കെ വിളിച്ചു. അപ്പൊ ഇവരെല്ലാവരും എന്നെ വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവനന്ദ എന്താ പറഞ്ഞത്? കൂടെ അഭിനയിച്ച് കട്ടയ്ക്ക് സപ്പോർട്ടായി നിന്ന ദേവനന്ദയും അതുപോലെ തന്നെ ഉണ്ണിയും വലിയൊരു സപ്പോർട്ട് തന്നെയല്ലേ ആ സിനിമയിലുടനീളം? നിങ്ങൾ ആ ഒരു കോംബോ എന്ന് പറയുന്നത് തന്നെയാണ് ആ സിനിമയുടെ ഒരു വിജയ രഹസ്യവും. അതെ അതെ, അവരൊക്കെ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു, എന്നെ പ്രശംസിച്ചായിരുന്നു. അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ കിട്ടിയ എനിക്കൊരു ബെസ്റ്റ് ഡേ ആണ് അവാർഡ് പ്രഖ്യാപിച്ച ദിവസം. കാരണം ഉണ്ണിച്ചേട്ടനും ദേവും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവരെല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള സിനിമയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറേയധികം കുമാരി എന്ന് പറയുന്നത് അല്ലേ? മാളികപ്പുറത്തിന് തൊട്ട് മുന്നേ അഭിനയിച്ച സിനിമ അല്ലേ? അതിൽ കുറെ മുടിയൊക്കെ വളർത്തി വേറൊരു രൂപത്തിലായിരുന്നു. ആ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു സ്ത്രീനെ കാണുമ്പോൾ എന്തായിരുന്നു കൂട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം? കാരണം അവരൊക്കെ ഇങ്ങനെ കണ്ടിരുന്ന ആളല്ല. ടിക്ടോക്കിലൊക്കെ കുറേ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്ന ആളിൽ നിന്നും അഭിനയത്തിലേക്ക് വരുമ്പോൾ കുറെ മാറ്റങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഈ മുടിയൊക്കെ വളർത്തിയ ശ്രീപദിനെ എങ്ങനെയാ കൂട്ടുകാരൊക്കെ കണ്ടതും? അപ്പോ ആ സമയത്ത് ഞാൻ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് അധികം മുടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം താത്തവളയുടെ അതിന്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പോ അത് ചെയ്യുന്ന സമയത്താണ് ഞാൻ മെല്ലെ മുടി വളർത്താൻ തുടങ്ങുന്നത്. അപ്പോ കുമാരി എന്റെ രണ്ടാമത്തെ മൂവി, അതൊരു ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അപ്പോ അന്ന് നിർമ്മലേട്ടനായിരുന്നു എന്റെ ഡയറക്ടർ. അപ്പോ നിർമ്മലേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു മുടി വളർത്തണം, മുടി നമുക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ടൈപ്പ് റോളാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ മുടി കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്കൂളിലുള്ള എല്ലാവരും എന്നെ വേറെ തന്നെ ഒരു ഇതായിട്ടായിരുന്നു കണ്ടിരുന്നത്. കാരണം അതുവരെ കണ്ട ഞാനല്ലായിരുന്നു അവിടെ. കാരണം നല്ലോണം മുടിയൊക്കെ വളർന്ന്
ഈ സുമതി വളവ് എന്ന ചിത്രത്തിലും സമാനമായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി എന്താ പറയാ, ശ്രീയുടെ മെയിൻ ഇതിലേതെങ്കിലുമൊക്കെ കഥാപാത്രത്തിന് ശ്രീയുടെ ഒരു ജീവിതമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ അഭിലാഷേട്ടനും വിഷ്ണു ചേട്ടനൊക്കെ തമാശക്ക് പറയും മാളികപ്പുറത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന്. അപ്പോ എന്റെ ജീവിതമായിട്ട് ബന്ധമുള്ളതായിട്ട് അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഈ മൂവിയൊക്കെ ചെയ്യുമ്പോ ആ ക്യാരക്ടറൊക്കെ എന്റെ ലൈഫായിട്ട് തന്നെയാണെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. തീർച്ചയായും അതിലിങ്ങനെ രസകരമായിട്ട് താരങ്ങളെല്ലാവരും കൗണ്ടർ പറയുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവർക്കൊക്കെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അതെങ്ങനെയാണ്? കുറേ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ടേക്ക് ഒക്കെ എടുത്തിട്ടാണോ ചെയ്യുന്നത്, അതോ ഓൺ ദ സ്പോട്ട് വരുന്നതാണോ ഈ ഭാവാഭിനയങ്ങളൊക്കെ? അത് ചില ഷോട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോ കുറെ മീൻസ് ചില സീനൊക്കെ ചെയ്യുമ്പോ നമ്മള് കുറെ ടേക്ക് എടുക്കും. ചിലപ്പോ ഒരു 10-15 ടേക്കും, ചിലപ്പോ രണ്ടാമത്തെ ശരിയാവും, ചിലപ്പോ ഒന്നാമത്തെ ശരിയാവും. അങ്ങനെ പല രീതിയിലും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തിട്ടുള്ളത് ആ മാളികപ്പുറത്തിലെ തുളസി ബീബി വരുന്ന ശബരിമലയ്ക്ക് എന്ന ആ ഒരു ഡയലോഗിനായിരുന്നു. അത് നമ്മള് കുറെ പ്രാവശ്യം ചെയ്തു. ലാസ്റ്റ് വിഷ്ണു ചേട്ടനൊക്കെ മടുത്തു എന്നെ കൊണ്ട് ചെയ്ത് ചെയ്ത് ചെയ്ത്. അപ്പൊ അത്രയും ഷോട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വിഷ്ണു ചേട്ടൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് കിട്ടി. അതുപോലെ തന്നെ ഞാനിപ്പോ അർജുൻ ചേട്ടനൊക്കെ കൂടെ ചെയ്യുമ്പോ ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, എനിക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അടിപൊളിയാണ്. ഇതിൽ ഏതെങ്കിലും ഡയലോഗുകളൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ കുറച്ച് വർഷമായി എന്നിരുന്നാൽ പോലും. ഉണ്ട്. ചില ഡയലോഗ്സ് ഒക്കെ ഓർമ്മയുണ്ട്. കാരണം അത്രയും നാള് ചെയ്തതിന് ശേഷവും അത് നമ്മുടെ ഒക്കെ ഒരു എഫോർട്ട് ആയിരുന്നില്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടും കുറെ പേര് ഇപ്പോഴും എന്നെ കാണുമ്പോ ചില ആൾക്കാര് എന്റെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ ഞാൻ ചെയ്ത ഡയലോഗ്സ് ഒക്കെ ബൈ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് പറയാവോ? ഏതാ പറയേണ്ടത്? ഏതാണെങ്കിലും കുഴപ്പമില്ല. ആ ഫുഡ് കഴിക്കുമ്പോ പറയുന്നതാണെങ്കിലും കുഴപ്പമില്ല, ഹോട്ടലിൽ നിന്ന്. ഞാൻ ശബരിമല കേറുന്ന സമയത്തുള്ള ഒരു ഡയലോഗ്. ശരി ശരി. എന്തൊരടിയായിരുന്നു റോക്കി ബായുടെ ദേഹത്ത് ബ്രൂസ് ലീയുടെ പ്രേതം കയറിയതുപോലെ. ഈ പിന്നെ ഡയലോഗുകളൊക്കെ അതിന്റെ പഞ്ചിനനുസരിച്ച് അവർ പറഞ്ഞു തരുമോ, ഇന്നതുപോലെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ചൊക്കെ ശ്രീ അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. അതിപ്പോ ചില സമയത്ത് എനിക്ക് തന്നെ കിട്ടാറുണ്ട്, ആ ഒരു ക്യാരക്ടറിൽ പോകുമ്പോ കിട്ടാറുണ്ട്. പക്ഷെ ഇടയ്ക്ക് തന്നെ അഭിലാഷേട്ടനും വിഷ്ണു ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു മാളികപ്പുറത്തിന്റെ സമയത്ത്. അപ്പൊ സുമതി വളവ് ചെയ്യുമ്പോഴായാലും അഭിചേട്ടനും വിഷ്ണു ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഉണ്ണിച്ചേട്ടൻ ഹെൽപ്പ് ചെയ്യും, അർജുൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. ടോട്ടലി ഒരു അടിപൊളി തന്നെയായിരുന്നു. ആ സെറ്റിൽ ഞാൻ ചെയ്ത ഓരോ ഷോട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. ഈ മാളികപ്പുറം സിനിമയ്ക്കായിട്ടാണോ ശബരിമലയിൽ ആദ്യമായിട്ട് പോകുന്നത്? അതെ. അതിന് മുമ്പ് ഞാൻ സത്യം പറഞ്ഞ ആ സിനിമ ചെയ്യുന്നതിന്റെ കുറച്ച് നാള് മുമ്പായിരുന്നു, അതിന്റെ ആ ഒരു ഓഡീഷൻ വരുന്നതിന് മുമ്പായിരുന്നു ഈ ശബരിമലയെ കുറിച്ച് ഒന്ന് ആലോചിച്ചിരുന്നത്. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അങ്ങനെയായാലും എനിക്ക് ശബരിമല കാണാൻ പറ്റി. ഞാൻ 2 പ്രാവശ്യം ശബരിമലയിൽ എനിക്ക് കയറാൻ പറ്റി. അപ്പൊ നിങ്ങൾ ആ കാട്ടിലൂടെയുള്ള യാത്രയൊക്കെ ഒറിജിനൽ ആയിരുന്നു അല്ലേ? അതെ. അത് എല്ലാം കാട്ടിനകത്തുള്ളതെല്ലാം ഒറിജിനൽ തന്നെയായിരുന്നു. ശബരിമല 18-ാം പടിയൊക്കെ നമ്മൾ സെറ്റ് ഇട്ടതായിരുന്നു. ഈ ശബരിമലയുടെ ആ ഒരു മാളികപ്പുറം എന്നൊരു സിനിമയ്ക്ക് അപ്പുറം തന്നെ നമ്മൾ കുമാരി എന്ന സിനിമ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സുമതി വളവ്, ഇത് രണ്ടും വ്യത്യസ്തമായ ജേണലാണ്. പക്ഷെ രണ്ടിലും ഭയപ്പെടുത്തുന്ന ഒരു രീതിയാണല്ലോ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ സിനിമ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലാണോ? ഞാൻ സത്യം പറഞ്ഞ കുറച്ചൊക്കെ പേടിയുള്ള ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ബട്ട് കുമാരി ചെയ്യുമ്പോഴൊന്നും എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം കുമാരി ചാത്തനും പരിപാടിയൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ഓരോ തീംസും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും, അങ്ങനെ തോന്നിയില്ല. കാരണം അതിന് മുമ്പ് ഞാൻ സ്റ്റോറി ഫുൾ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കുമാരി ചെയ്യുമ്പോ ഇങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്നതായിരിക്കും, എനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം പടം ചെയ്തതിനു ശേഷം അതൊക്കെ ഓക്കെ ആയി. പിന്നെ സുമതി വളവ് ചെയ്യുമ്പോ കുമാരി ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് അത്ര പേടിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയൊക്കെ അഭിനയിച്ച് തിരിച്ച് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഓർത്തിരിക്കാറുണ്ടോ? അതായത് ഈ സുമതി വളവൊക്കെ പോലെ നമുക്ക് ആ സിനിമ ഇറങ്ങിയതിന് ശേഷം തന്നെ ആ സുമതി വളവ് തന്നെ ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. പണ്ട് മുതലേ ആളുകൾ കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒട്ടനവധി ആളുകളാണ് ഈ സുമതിയെ തേടി അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു കൗതുകമൊക്കെ ഉണ്ടോ ശ്രീപദിന്? ഉണ്ട്. പക്ഷേ ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സുമതി വളവില് യക്ഷിയുണ്ട്, പ്രേതമുണ്ട് എന്നൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടോ അതുപോലെ ഞാൻ ഇതുവരെ പോയിട്ടോ ഇല്ല. സോ എന്തായാലും ഒരു പ്രാവശ്യം എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അഭിചേട്ടനെയും വിഷ്ണു ചേട്ടൻ്റെ ഒക്കെ കൂടെ.
ഇനി ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചില്ലേ ഒരു രണ്ടാം ഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും സിനിമയിലൊക്കെ അതും കൂടെ ഒന്നും കൂടെ അഭിനയിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ മാളികപ്പുറത്തിന്റെ സെക്കൻഡ് പാർട്ട് അഭിചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആഹാ. അതുപോലെ സുമതി വളയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല, പക്ഷെ അതിന്റെ പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉം. അപ്പോ സെക്കൻഡ് പാർട്ടായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മീൻസ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉം, ഉം, ഉം. എന്തെങ്കിലും ചെയ്യും, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു മൂവിയുടെ സെക്കൻഡ് പാർട്ട്. ഈ മലയാളത്തിന് പുറമെ മറ്റ് ഭാഷകളിലേക്കൊക്കെ അങ്ങ് അഭിനയിക്കാൻ ഇറങ്ങുകയാണല്ലേ. അപ്പോൾ നമുക്കറിയാം ബാലതാരങ്ങൾക്ക് അത്രത്തോളം സ്വീകാര്യത ഇന്ന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീപദിന്റെ അഭിനയം എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ, ഏത് പ്രായക്കാർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെട്ട് അവർ സ്വീകരിക്കുന്നതാണ്. ആ ചിരിയും തമാശയും ആക്ടിങ്ങും നടത്തമൊക്കെ എല്ലാവരും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തീർക്കുന്നതാണ്. അപ്പോൾ ഇനി മറ്റ് ഭാഷകളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ്? അതെ അതെ, എനിക്കിനി അടുത്ത ഇത് വന്നിട്ടുള്ളത് തമിഴിലോട്ടാണ്. അപ്പോ അത് ഞാൻ ഡേറ്റ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല, ഇങ്ങനെ പ്ലാനിങ്ങിൽ തന്നെയാണ്. അപ്പോ എന്തായാലും എന്നെ ബാക്കിയുള്ള എല്ലാ മൂവിയിലും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന എല്ലാ മൂവിയിലും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണൂരാണ് സ്വദേശം അല്ലേ? അതെ അതെ. അപ്പോ അച്ഛനും അമ്മയും കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. ഒപ്പം അനീത്തിയുണ്ട്, രജീഷ് രസ്ന അല്ലെ അച്ഛന്റെ അമ്മേന്റെയും പേരുകൾ. അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ അധ്യാപകരാണ്, അതിനിടയിലാണ് ശ്രീപദിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരുന്നത്. അപ്പം മകൻ പഠിച്ച് സിനിമയിലേക്ക് പോകണം എന്നാണോ അവരുടെ ആഗ്രഹം, അതോ ശ്രീപദിന് തൻ്റെതായ ഒരു ഇഷ്ടമുണ്ടോ? എനിക്ക് മൂവി ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് താല്പര്യം തന്നെയാണ്, കാരണം ഞാനൊരു ഹോബി പോലെയാണ് കൊണ്ട് നടക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോ അതിനിടയ്ക്ക് ഇപ്പോ കഴിഞ്ഞ ദിവസം അച്ഛനമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10th ആവാൻ പോകണല്ലോ, ഇനി കുറച്ച് 2-3 വർഷം കൂടെ ഉള്ളൂ, അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അധികം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അത്രയും അതെനിക്കൊരു ഹോബി പോലെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ തന്നെ ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. പഠിത്തവും ഞാൻ എന്റെ മാക്സിമം ഞാൻ എടുക്കുന്നുണ്ട്, എന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ മൂവി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും സപ്പോർട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ അനിയത്തി ആയാലും കസിൻസ് ആയാലും എന്റെ ഫാമിലി ഫുൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു കാര്യം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടാണ്, പോലീസ് ഓഫീസർ ആവണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ട്. എനിക്ക് പോലീസ് ഓഫീസർ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോ അത് പണ്ട് കുറെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ കയറിയ ഒരു ആഗ്രഹമാണ്. പണ്ടത്തെ സുരേഷ് ഗോപി സ്റ്റൈലൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ, ഒരു നല്ലൊരു പോലീസ് ഓഫീസർ ആവണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. വീട്ടുകാരോട് ഈ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞാനും അച്ഛനും വഴക്ക് കൂടുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ പോലീസ് ഓഫീസർ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാന്ന്. ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ട് അപ്രിസിയേഷൻ കിട്ടിയത് എനിക്കൊന്ന് മാളികപ്പുറം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ, എല്ലാവരും ഏറ്റെടുത്തത് ഈ അവാർഡൊക്കെ കിട്ടി. അതിനൊക്കെ ശേഷം ശ്രീപദ് എന്ന ഒരു നായകനിൽ എന്തൊക്കെ ചേഞ്ചാണ് വന്നിട്ടുള്ളത്? കാരണം പണ്ട് കണ്ട ഒരാളല്ല, കാരണം കുറച്ച് ഉത്തരവാദിത്തങ്ങളും ഈ സിനിമ അഭിനയം എന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളുണ്ടല്ലോ. കൊച്ചുകുട്ടിയാണ്, അപ്പൊ ശ്രീപദ് എന്ന് സ്വന്തം ഡെവലപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ്? സ്വന്തം ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴയ ശ്രീപദ് തന്നെയാണ് ഇപ്പോഴും എന്നാണ് എന്റെ അവിടെ എല്ലാവരും പറയുന്നത്. ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. എല്ലാവരോടും നോർമലി പെരുമാറുന്ന പോലെയൊക്കെ പെരുമാറും. അതിപ്പോ പുറത്തായാലും എന്റെ വീട്ടിലായാലും എല്ലായിടത്തും ഞാൻ ഒരുപോലെ തന്നെയാണ്. അപ്പോ ലാലേട്ടന്റെയും മമ്മൂട്ടിന്റെയും ഒക്കെ കൂടെ ഒന്ന് അഭിനയിക്കാൻ ഇഷ്ടമല്ലേ? പിന്നെ ആഗ്രഹമുണ്ട്. ലാലേട്ടന്റെയും മമ്മൂട്ടിയുടെയും ജോർജ് സാറിന്റെ ഒക്കെ കൂടെ ഒരു പടം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അത് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. ഇനിയിപ്പോ ഒരുപാട് സിനിമകൾ ഇങ്ങനെ വെക്കേഷനൊക്കെ അല്ലേ വരാൻ പോകുന്നത്, കൃത്യം ഇനി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ പ്ലാനിങ്? അതെ അതെ അതെ, ഷൂട്ടൊക്കെയാണ് പ്ലാനിങ്. ഇനിയിപ്പോ തമിഴ് എന്തായാലും ഈ വെക്കേഷൻ സമയത്ത് തന്നെ ആയിരിക്കും ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. പിന്നെ മലയാളം ഒരു മൂവി അങ്ങനെ വന്നിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു. അപ്പൊ അതും കൂടെ ഈ വെക്കേഷൻ തന്നെയാണ് ഉണ്ടാവാനുള്ള സാധ്യത. അച്ഛൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം തീരുമാനിക്കുന്നതൊക്കെ? അതെ, അച്ഛൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നതൊക്കെ. ശ്രീപദിന്റെ കഥയൊക്കെ കേൾക്കുമ്പോഴേ, ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാ ശ്രീപദ് തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശ്രീപദ് തന്നെ ഈ ക്യാരക്ടറിനെയൊക്കെ വിഷ്വലൈസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അതിപ്പോ ഞാൻ ഏത് മൂവി ചെയ്യുമ്പോഴായാലും അതിന്റെ ഡയറക്ടർ, റൈറ്റർ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ എല്ലാവരും കൂടെ എനിക്ക് വന്നിട്ട് ആ മൂവിയുടെ എല്ലാം പറഞ്ഞു തരാറുണ്ട്. ഞാൻ എങ്ങനെയാണ് എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളത് എന്റെ അകത്തോട്ട് ഇൻജെക്ട് ചെയ്ത് കേട്ടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതുവരെ ചെയ്ത മൂവികളൊന്നും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
തീർച്ചയായും സിനിമ എന്ന് പറയുന്നത് അത്രയധികം എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമൊന്നുമല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ശോഭിക്കണം എന്നുള്ളതും അത്ര നടപ്പിലാവുന്ന കാര്യമല്ലല്ലോ. ഇന്നിപ്പോൾ സെലിബ്രിറ്റികളായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കുറേ ഉദ്ഘാടനം അങ്ങനെ കുറേ പരിപാടികളൊക്കെ കിട്ടാറുണ്ട്. ശ്രീബദ്ധ അങ്ങനെ ഉദ്ഘാടനത്തിനൊക്കെ പോയി തുടങ്ങിയോ? കുറെ ഉദ്ഘാടനത്തിന് പോയി, പിന്നെ കുറെ ഫങ്ഷൻസ് സ്കൂളില് അതുപോലെ അമ്പലത്തിലൊക്കെ ആയിട്ട് ഞാൻ കുറെ പോയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നു. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ടിക്ടോക്കിലൂടെയാണ് ഈ ഒരു എന്താ പറയുക മീഡിയ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പോൾ കോവിഡ് കാലമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അത് ഉപകാരപ്പെട്ടത്. അതെ, കോവിഡ് കാലത്താണ് ഞാൻ ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഒരു 500ഉം 600ഒക്കെ ടിക്ടോക്ക് ചെയ്തു. എന്തായാലും അടിപൊളിയാണ്. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ കാരണം ഇത്രയും ഒരു നിലയിലേക്ക് എത്താൻ പറ്റി. അപ്പൊ അതിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നു. തീർച്ചയായും ഇനിയിപ്പോൾ ഈ വലിയ കുട്ടി ആയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇനി ക്യാരക്ടറൊക്കെ വ്യത്യസ്തമായിട്ട് വരും. ഈ കൊച്ചുകുട്ടിയിലുണ്ടായിരുന്ന അഭിനയ മാറ്റങ്ങളൊക്കെ ഇനി ഉണ്ടാകും. അപ്പോൾ കുറച്ചും കൂടെ ഇപ്പം നമുക്കറിയാം ഈ ഒരു ന്യൂജൻ ട്രെൻഡിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഉള്ള ആളുകളിലൊക്കെ റോൾ മോഡലായിട്ട് കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ കുറെ പേരെ റോൾ മോഡലായിട്ട് കാണാറുണ്ട്. വിജയ് സാറിന്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വിജയ് സാറിനെ റോൾ മോഡലായിട്ട് കാണാറുണ്ട്. മമ്മൂക്കേനെ, ലാലേട്ടനെ, എല്ലാവരെയും ഞാൻ സിനിമ ഫീൽഡിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ആക്ടേഴ്സിനെയും ഞാൻ റോൾ മോഡലായിട്ട് കാണാറുണ്ട്. ഈ പഠിക്കുന്ന കുട്ടിയാണ്, അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പേപ്പർ എഴുതാനും മറ്റു സഹായത്തിനൊക്കെ കൂട്ടുകാരൊക്കെ കൂടാറുണ്ടോ? ഉണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ക്ലിയർ ചെയ്തൊക്കെ തരാറുണ്ട്. അതുപോലെ നോട്ടൊക്കെ അയച്ചു തരാറുണ്ട്. അവരും എനിക്ക് തോന്നുന്നു തന്നെ ഒരു നല്ലൊരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ടീച്ചേഴ്സ് ആയാലും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്കൂളിൽ നിന്ന്. ഈ ഡബിങ്ങിനൊക്കെ ശ്രീബദ്ധ തന്നെയാണോ ചെയ്യുന്നത്? അതെ അതെ അതെ. ഡബിങ് ഒക്കെ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ മൂവിയിലും ഡബൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. വേറെ ആരും എനിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടില്ല. ഈ സുമതി വളവ് എന്ന ചിത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിൽ കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള ഒരു അല്ലെ അനിയന്റെ റോളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ അനിയൻ കുറേ അധികം ഈ പ്രേതങ്ങളെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ആ സിനിമ സെറ്റിൽ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, എനിക്കങ്ങനെ അനുഭവമായിട്ടൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ നെഗറ്റീവ് എനർജി ഒന്നും ഇതുവരെ സെറ്റ് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് അർജുൻ ചേട്ടന് ഒരു കഥ പറഞ്ഞായിരുന്നു. ഇവരെല്ലാവരും കൂടി ഈ സുമതി വളവിന്റെ സെറ്റിലോട്ട് പോയ സമയത്ത് അപ്പൊ ബാലുചേട്ടൻ അങ്ങനെ ഇവരൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ചെറിയൊരു സ്പീക്കർ, ഒരു സൗണ്ട് ബോക്സിനകത്ത് എന്തോ ഒരു പ്രയത്ന സൗണ്ട് അങ്ങനെ ഇട്ടിട്ട് ഫോറസ്റ്റിലോട്ട് മീൻസ് ആ സൈഡിലോട്ട് എറിഞ്ഞു വെച്ചു. അപ്പോ അത് കണ്ടിട്ട് കൂടിയുള്ളവരെല്ലാവരും പേടിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്യുന്ന അർജുൻ ചേട്ടനൊക്കെ പറഞ്ഞ കഥയായിരുന്നു. ശരിക്കും ഈ മാളികപ്പുറം എന്നൊരു സിനിമയൊന്നും ഓഫർ ഒന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ ശ്രീബദ്ധ ഇപ്പം എന്താ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകുമായിരിക്കും അല്ലേ? അതെ, നോർമലി കളിച്ച് പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ നോർമലി ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. വെക്കേഷൻ എന്തൊക്കെയാണ് ഇനി മറ്റ് പ്ലാനുകളൊക്കെ? ഷൂട്ടിംഗ് ഇപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ, അതിന്റെ ഒരു റിലാക്സേഷൻ ഒക്കെ വേണമല്ലോ. അപ്പൊ മറ്റെന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടോ? ക്ലിയർ ആയില്ല. ഈ വെക്കേഷൻ പ്ലാനിങ് ഒക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഷൂട്ടിംഗ് അല്ലാതെ? ഉണ്ട്. വെക്കേഷൻ ഇനിയിപ്പോ 2 മാസം അപ്പോ എന്തായാലും അമ്മയുടെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കും. അതുപോലെ കസിൻസിന്റെ ഒക്കെ അടുത്ത് പോയി നിൽക്കും. അതുപോലെ അവരൊക്കെ ഇങ്ങോട്ടും വരും. ഇപ്പൊ എന്റെ കസിൻ എന്റെ വീട്ടിലുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ അടിച്ചുപൊളിച്ച് നടക്കും. ഈ അഭിനയത്തിലേക്ക് എത്തുമ്പം അച്ഛനും അമ്മയും എന്തെങ്കിലും പ്രത്യേക ഉപദേശമൊക്കെ തന്നിട്ടുണ്ടോ? കാരണം ഈ സിനിമയിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ കുട്ടികൾക്കൊക്കെ എത്രത്തോളം മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ലെവലിലേക്കൊക്കെ മാറുമ്പോൾ കുറേ അധികം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ അച്ഛൻ്റെ അമ്മേൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്തായിരുന്നു? ഉപദേശമായിട്ടുണ്ടായിട്ടില്ല. അവരെന്നെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന രീതിയിലായിരിക്കണം നിൽക്കേണ്ടത്, അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട്. നല്ലതായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഈ അവാർഡ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു അച്ഛൻ്റെ അമ്മേന്റെയും? അവാർഡ് കിട്ടിയതിന് ശേഷം ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡൽഹി പോയ സമയത്ത് തന്നെ കുറെ സ്ഥലത്ത് തന്നെ കാണാൻ കൊണ്ടുപോകുകയൊക്കെ ചെയ്തു. അതൊക്കെ തന്നെയാണ്. അതിനുശേഷം 2-3 ടൂറൊക്കെ പോയിട്ട് വന്നു. അതൊക്കെ തന്നെയാണ്. അനിയത്തി സിനിമയിലേക്ക് വരണം എന്നുള്ള ഒരു ആഗ്രഹം ശ്രീബദ്ധ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അനിയത്തിനെ നമുക്ക് ഉടൻ തന്നെ സിനിമയിലേക്ക് പ്രതീക്ഷിക്കാമോ? അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവള് സിനിമയിൽ ചെയ്യണം. ഇടയ്ക്ക് പറയും എനിക്ക് സിനിമയിൽ ചെയ്യണം, എനിക്ക് ചേട്ടനെ പോലെ അവിടെ ഇവിടെയൊക്കെ പോകണം എന്നൊക്കെ പറയും. പക്ഷെ ഇടയ്ക്ക് പറയും എനിക്ക് സിനിമ വേണ്ട, എനിക്ക് കളിക്കാൻ പറ്റില്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ അവളുടെ അടുത്ത് ഐസ്ക്രീമിന്റെ ഒരു പരസ്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അവള് ഓടി വരും. അവൾക്ക് അത്ര ഇഷ്ടമാണ് ഐസ്ക്രീം ഒക്കെ അല്ലേ?
ഓക്കെ, അപ്പോൾ ഇനി കുറേയധികം സിനിമകളൊക്കെ കിട്ടി, ഇനി എന്താ പറയുക വലിയ വലിയ കുറേയധികം അവാർഡുകൾ, ഇനിയിപ്പോൾ അവാർഡിൻ്റെ അങ്ങ് ഏറ്റവും ടോപ്പ് ലെവൽ അങ്ങ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി അത് തന്നെ സ്ഥിരമായി അങ്ങ് തുടരട്ടെ. താങ്ക് യു. അപ്പോൾ ഇനി തമിഴിലേക്ക് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. തമിഴിലേക്കൊക്കെ പോയിട്ട് നമുക്കിനി മലയാളത്തിലേക്കുള്ള പുതിയ പ്രൊജക്ടിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്കിനി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മലയാളത്തിലേക്ക് എന്ന് പറഞ്ഞെങ്കിൽ 3 സിനിമകൾ എനിക്ക് റിലീസ് ആവാനുണ്ട്. എന്തായിരുന്നു, റിവോൾവറിംഗോ, വരാഹം, ഓട്ടംതുള്ളൽ, ഇത് 3 നമ്മുടെ മൂവീസ്. അപ്പോ വരാഹം സുരേഷ് ഗോപി സാറിന്റെ മൂവിയാണ്. പിന്നെ ഓട്ടംതുള്ളൽ, റിവോൾവറിംഗ്, ഇത് രണ്ടും വിഷ്ണു ചാന്റെ കൂടെയുള്ള, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെയുള്ള മൂവിയാണ്. അപ്പൊ അത് നമുക്ക് ഇനി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷെ പ്രതീക്ഷിക്കാം. അടുത്ത ഷൂട്ട് തുടങ്ങിയോ? ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഫിനിഷ്ഡ് ആണ്. കഴിഞ്ഞു അല്ലേ? അതിന്റെ ഒരു ക്യാരക്ടർ രീതിയൊന്നും സർപ്രൈസ് പുറത്തു വിടാൻ പറ്റില്ലായിരിക്കും അല്ലേ? ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാത്തിലും ത്രൂ ഔട്ട് തന്നെയാണ്. ഈ ശ്രീബദ്ധ് ഇതുവരെ അഭിനയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരു അടിപൊളി സിനിമകളൊക്കെ ആയിട്ട് ഇനി വീണ്ടും ഈ അവധിക്കാലമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം പ്രതീക്ഷയിലങ്ങ് ഇരിക്കാം അല്ലേ? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവരോടൊക്കെ നന്ദിയാണ് പറയാനുള്ളത്. കാരണം മാളികപ്പുറമായാലും സുമതി വളവായാലും എല്ലാ സിനിമകൾ കഴിയുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രേക്ഷകരെ തന്നെയാണ്. സോ ഇനി വരാൻ പോകുന്ന എൻ്റെ എല്ലാ മൂവികളിലും സപ്പോർട്ട് ചെയ്യണം. അതിപ്പോ തമിഴായാലും മലയാളമായാലും ഏതിലായാലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. തീർച്ചയായും വളരെയധികം നന്ദി സി മലയാളം ന്യൂസിനോടൊപ്പം ചേർന്നതിന്. എന്തായാലും ഇനി ഒരുപാട് സിനിമകൾ വലിയ വലിയ വിജയം കൊയ്ത് ഈ പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റട്ടെ. അതിനു മുമ്പ് നമ്മൾ വീണ്ടും നേരിട്ടൊരു ഇന്റർവ്യൂ ചെയ്യാനും സാധിക്കട്ടെ. ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീബദ്ധ് ആയിരുന്നു നമ്മോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഒപ്പമുണ്ടായിരുന്നത്. ശ്രീബദ്ധിൻ്റെ സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മാളികപ്പുറം എന്ന സിനിമ അത്രത്തോളം ജനപ്രീതി സ്വന്തമാക്കിയ സിനിമയാണ്. അതുപോലെ തന്നെ കുമാരിയും സുമതി വളവും ഒക്കെ ഒരു ട്രഡീഷണൽ കഥ പറച്ചിൽ രീതിയിൽ നിന്നും കുറേയധികം വ്യത്യസ്തമായി നിന്ന റോളുകൾ തന്നെയാണ്. എന്തായാലും അവാർഡൊക്കെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് കൊച്ചു പ്രായത്തിലെ എല്ലാവർക്കും പ്രചോദനമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സിനിമാ വിശേഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും താരത്തിന് പറയാനുണ്ട്. എന്തായാലും മറ്റൊരു ദിവസം നമുക്ക് കയ്യിൽ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.